പ്രാർത്ഥിക്കുക. കർത്താവേ, ഞാൻ കേൾക്കുന്ന വചനങ്ങള് കേൾവിയുടെ സ്വരത്തിനപ്പുറം എന്റെ മനസ്സിലെ ആന്തരിക ബോധ്യമാകുവാൻ ആവശ്യമായ അഭിഷേകം നൽകണമേ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. പരമദിവ്യകാരണത്തിന് വിസ പ്രോസസിംഗിനായി പുതുക്കുന്നതിനായി വിഷമിക്കുന്നവർക്ക് അങ്ങ് സഹായം നൽകണമേ. അവരുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപയാൽ അവരുടെ എല്ലാ തടസ്സങ്ങളും അമ്മേ, പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, ഇപ്പോൾ മാറ്റണമേ. കർത്താവേ, പലതരത്തിലുള്ള സാമ്പത്തിക ഭാരങ്ങള്, ജീവിത ഭാരങ്ങള്, ജീവിത തടസ്സങ്ങള്, സമാധാനമില്ലാത്ത അവസ്ഥകള് യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവേ, രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശ്വാസകോശ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹൃദയ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തൊണ്ടയിൽ ക്യാൻസർ ഉള്ളവരെ, തൈറോയ്ഡ് രോഗികളെ, പിൻകഴുത്തിൽ മുഴയുള്ളവരെ, ശിരസിൽ വേദന ഉള്ളവരെ, ശിരസിലെ ഞരമ്പുകള് ബ്ലോക്കായി പോയവരെ, ശരീരത്തിലെ മരവിപ്പുള്ളവരെ, കാഴ്ചക്കുറവുള്ളവരെ, കേൾവിക്കുറവുള്ളവരെ, കൈകാലുകള് തളർന്നു പോയവരെ, ക്യാൻസർ രോഗികളെ, നടുവിന് വേദനയുള്ളവരെ, പൈലക്കോടിന് വേദനയുള്ളവരെ, ഈശോയെ ഈ നിമിഷം അടിപ്പിണർ പോലെ ആഘാതം പോലെ ദൈവികമായ ശക്തി അവരിലേക്ക് ആവശ്യിക്കട്ടെ. യേശുവിന്റെ നാമത്തിലെ മാരക രോഗങ്ങള്, വേദികളെ യേശുവിന്റെ നാമത്തിലെ മാറിപ്പോട്ടെ. ദൈവമായിട്ട് ജീവിക്കുന്നത് വളരെ ഈസിയാണ്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മളൊരു ഗീവ് ആൻഡ് ടേക്ക്, കൊടുക്കുക വാങ്ങിക്കുക എന്നുള്ള ഒരു സിമ്പിൾ ട്രാൻസാക്ഷൻ മോഡിൽ നിന്ന് സ്പിരിച്വാലിറ്റിയെ നമ്മൾ വിമോചിപ്പിക്കേണ്ടതുണ്ട്. സാധാരണ ആൾക്കാർ ദൈവമായിട്ടുള്ള ഇടപെടൽ, ദൈവത്തിന് പ്രാർത്ഥന കൊടുക്കുന്നു, പിന്നെ നമ്മുടെ സൽപ്രവൃത്തികൾ കൊടുക്കുന്നു, ബദലായിട്ട് ബാട്ടർ സിസ്റ്റം അനുസരിച്ചുള്ള അനുഗ്രഹങ്ങൾ കൈപ്പറ്റുന്നു. ഈ ഒരു ലെവലിൽ ആൾക്കാർ മരിച്ചു പോവുകയും ചെയ്യും. പലപ്പോഴും ഇതിൽ നിന്നും ഒരു അണുവട വളരത്തില്ല. നമ്മളെപ്പോഴും യേശു ദൈവത്തിൻ്റെ ദൃശ്യമാക്കപ്പെട്ട രൂപമാണ്. അപ്പോൾ യേശുവുമായിട്ടൊരു ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വ ബന്ധം രൂപീകരിക്കുമ്പോൾ അതിൻ്റെ ഒരു കെമിസ്ട്രി വ്യത്യാസമുണ്ട്. നമ്മൾ പ്രഖ്യാപിതമായിട്ട് കർത്താവേ, ഒരു വിശ്വാസിയുടെ നിലവാരത്തിൽ നിന്ന് എന്നെ ഒരു ശിഷ്യനാക്കണമേ, അതെപ്പോഴും നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കാര്യം അതൊരു ദൈവവിളിയാണ്. കിട്ടുകയില്ലെന്ന് നമുക്കതിൻ്റെ അകത്ത് മെരിറ്റില്ലാത്ത കാരണം ഇത് എല്ലാം നോട്ട് ബൈ മെരിറ്റിലെ ദൈവത്തിൻ്റെ ഒരു ഇഷ്ടമനുസരിച്ചുകൊണ്ട് കൊടുക്കുന്നതാണ്. ആ ഇഷ്ടത്തിൻ്റെ പട്ടിക ഇടം പിടിക്കുന്നത് ആണ് നമ്മുടെ ഒരു ബുദ്ധി എന്ന് പറയുന്നത്.
ഞാൻ ചില സമയത്തൊക്കെ ചിന്തിച്ചു പോയി, നമ്മുടെ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നൊരു വിഷയം എന്താണ്? ചില കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്, അച്ഛൻ ഡെയിലി ബ്രെഡിനും ഉടമ്പടി ധ്യാനത്തിനും സെയിം സബ്ജക്റ്റാണ് ഉപയോഗിക്കണമെന്ന്. ചിലപ്പോഴങ്ങനെ വന്നു പോകുന്നുണ്ട്. അപ്പം നിങ്ങളതിൻ്റെ അത് അലോസരമൊന്നും ഉണ്ടാക്കണ്ട, മറിച്ച് ഡീപ്പൺ ചെയ്യാൻ വേണ്ടി അത് ഉപയോഗിച്ചാൽ മതി. കാര്യം ഇതിൻ്റെ ഓരോ ആംഗിളിങ്ങും ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു വചനം നമുക്ക് തന്നിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻസ് മോഡ് വ്യത്യാസമുണ്ടാകും പലപ്പോഴും. പിന്നെ വചന ലിങ്കിങ്ങിലൂടെയാണ്, നിങ്ങൾക്കറിയാമല്ലോ, വചനം ആഫ്റ്റർ ഓൾ അതൊരു എന്താണ്, അതൊരു മോഡം പോലെ പ്രവർത്തിക്കുന്നതാണ്. അപ്പം നമ്മൾ അതുപോലെ തന്നെ എങ്ങോട്ട് അഡാപ്റ്റ് ചെയ്യുന്നു അതനുസരിച്ച് അതിലൂടെ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ മനസ്സ് വ്യത്യസ്തമായിരിക്കും. അപ്പം ദൈവത്തിൻ്റെ വ്യത്യസ്തമായ മനസ്സ്, വ്യത്യസ്തമായ ഇച്ഛകളും ഒക്കെ വെളിപ്പെടുത്താൻ വേണ്ടി സെയിം വാക്ക് തന്നെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. അതാണ് കാലങ്ങളിലുള്ള വചനത്തിൻ്റെ ട്രാൻസ്ലേഷണൽ എബിലിറ്റി ഇങ്ങനെ വ്യത്യസ്തമായിരിക്കും. അത് ഇറ്റ് വിൽ ഡിഫർ അക്കോർഡിംഗ് ടു ദ പേഴ്സൺസ് ഓൾസോ. വ്യക്തികൾക്ക് വഴി അത് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് സർവമാന ഒരു ഡയമെൻഷനാണ് ബൈബിളിനുള്ളത്. നിങ്ങൾ ബൈബിൾ വായിക്കുന്നവരാണെന്ന് എനിക്കറിയാം. ബൈബിൾ വായിക്കുകയാണോ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ബൈബിൾ ഒരു ഭക്ഷണമാണ് ശരിക്കും. ബൈബിള് നമ്മുടെ ആത്മാവിനെ പരിപുഷ്പിക്കുവാനും നമ്മുടെ ആധ്യാത്മിക ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ക്ലീൻ ചെയ്ത് സെൽഫ് ക്ലീൻ ചെയ്യാനുള്ളൊരു കഴിവ് ബൈബിളിനുണ്ട്. കാര്യം ബൈബിള് ഒരേ സമയം തന്നെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ദൈവത്തിൻ്റെ ഒരു വ്യക്തിത്വം തന്നെയാണ് വചനം. വചനം നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ദൈവത്തിൻ്റെ ഒരു വ്യക്തിത്വം തന്നെയാണ്. അതാണ് നമ്മുടെ വചനം ദൈവമായിരുന്നു എന്ന് പറയുമ്പോൾ. പക്ഷെ ഇത് ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനോട് എന്തുമാത്രം സഹകരിക്കുന്നോ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ജീവിക്കാനും ദൈവത്തിൻ്റെ മനസ്സ് നമ്മളിൽ നിറവേറ്റിയെടുക്കാനും പരിശുദ്ധാത്മാവിന് എന്തുമാത്രം മൽപ്പിടുത്തങ്ങൾ കുറഞ്ഞു വരുന്നുവോ അത്രയും നമുക്ക് ദൈവ വെളിപാടുകൾ കൂടുകയും ദൈവ വഴിനടത്തലുകൾ കൂടുകയും ചെയ്യും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, ഞാൻ എല്ലാ ദിവസവും മനുഷ്യന്മാരുമായിട്ട് ഇടപെടുന്ന കാരണം മനുഷ്യൻ വല്ലാത്ത രീതിയിൽ എന്താണ് ജീവിതത്തോട് കാണിക്കുന്നത് ഒരു വിഗ്രസ് ആയിട്ടുള്ള വളരെ പേശിപ്പിടുത്തം ആവശ്യമായിട്ടുള്ള ഒരു വല്ലാത്ത ഒരു കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പോലെ നമുക്ക് തോന്നും. ആധ്യാത്മിക ജീവിതവും ഭയങ്കര കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. ജീവിതത്തിലേക്ക് ദൈവത്തെ കൊണ്ടുവരണതും ദൈവത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും അതും വേറൊരു കഷ്ടപ്പാട്. ഇത്രയും ഒന്നും കാര്യമില്ല ശരിക്കും. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഞാനെപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നൊരു വിഷയം എന്താ, ഞാനെപ്പോഴും കർത്താവിനോട് ചോദിച്ചിട്ടുള്ളതാണ്, കർത്താവേ നീ പറഞ്ഞായിരുന്നല്ലോ, എന്താ പറഞ്ഞത്, ഈ നാഥാനിയലല്ലേ നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ വിഷയം മുഴുവനും. നാഥാനിയെ കണ്ടപ്പോൾ ഈശോ എന്താണ് പറഞ്ഞത്? ഇപ്പം 3 പ്രാവശ്യം ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഡെയിലി ബ്രെഡിലും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഉടമ്പടി ധ്യാനത്തിലും പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളാ പറയേണ്ടത്. നാഥാനിയനെ കണ്ടപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ, ഇവനിൽ കാപട്യമൊന്നും ഇല്ല, അല്ലേ? ആ വചനം എത്രയാണ്? 1:47 എടുത്തേ. യോഹന്നാൻ 1:47. നഥാനിയേൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെപ്പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. ഇപ്പം ഞാൻ ഈശോനോട് ചോദിച്ചത് എന്താണെന്നറിയാമോ?
ഇത്രയും നല്ലൊരു മനുഷ്യനെ കണ്ടിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ഈ പത്രോസിനെയും യോഹന്നാനെയും ഒക്കെ വിളിച്ചത്? എന്നാൽ അയാളെ വിളിക്കാൻ പറ്റില്ലെന്ന് ചോദിച്ചു. അയാൾക്കൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല ഈശോ. നഥാനിയേൽ ഇതാണ് യഥാർത്ഥ ഇസ്രായേലിയൻ, ഇവന് യാതൊരു കാപട്യവും ഇല്ല. എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് അയാളെ ശിഷ്യനാക്കാഞ്ഞത്? അതാണ് വിഷയം. ഒരു നല്ല മനുഷ്യനായതുകൊണ്ടും കാപട്യമില്ലാതിരിക്കുന്നതുകൊണ്ടും ശിഷ്യത്വം വേറൊരു വിഷയമാണ്. ഒരു നല്ല മനുഷ്യനായതുകൊണ്ടും കാപട്യം ഇല്ലാത്തത് കൊണ്ടും കർത്താവിന് ശിഷ്യനാക്കണമെന്നില്ല. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ശിഷ്യത്തിന് ഈ കാപട്യമില്ലാതിരുന്നാൽ മാത്രം പോരാ, നല്ല മനുഷ്യനായിരുന്നാൽ മാത്രം പോരാ. അതിൻ്റെ അപ്പുറത്ത് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. ഈ ക്വാളിറ്റീസ് എന്താണെന്ന് കണ്ടെത്തിയാൽ നമുക്ക് സാധാരണ മനുഷ്യർക്ക് കർത്താവിൻ്റെ ശിഷ്യത്വത്തിൻ്റെ പട്ടികയിൽ വരാൻ പറ്റും. ഒന്നാമതിൽ ഏറ്റവും വലിയ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ, അച്ഛൻ റോമിൽ ധ്യാനിപ്പിക്കാൻ പോയ കാര്യം പറഞ്ഞു. ഉടമ്പടി ധ്യാനം നടത്തി. നമ്മളിവിടെ ഇരിക്കുന്നതെല്ലാം റോമിൽ ധ്യാനിപ്പിച്ചതിൻ്റെ ഉടമ്പടി, റോമിലും ഫ്രാൻസിലും ധ്യാനിപ്പിച്ചതിൻ്റെ ഉടമ്പടി പേപ്പറാണ് മാതാവിൻ്റെ വാതാന്തികത്തിലെ ആൾത്താരെ വെച്ചിരിക്കുന്നത്. ഇസ്രയേലിൻ്റെത് എടുത്ത് മാറ്റി എൻ്റെ ടൈം കഴിഞ്ഞ് 6 മാസം വെക്കും. നമ്മൾ യൂറോപ്യൻ ധ്യാനങ്ങളെല്ലാം നടത്തുമ്പോഴും അന്തർദേശീയ ധ്യാനങ്ങളെല്ലാം 6 മാസം നമ്മൾ അത് എടുത്തുകൊണ്ട് പോരും. അവർ ഉടമ്പടി ചെയ്ത പേപ്പർ എടുത്തുകൊണ്ട് വന്നിട്ട് മാതാവിൻ്റെ അടുത്ത് 6 മാസം വെക്കും. കരുതുന്ന അച്ഛൻ അവിടെ ഇല്ല, അവർക്ക് മെയിൻ്റെനൻസ് നടക്കണില്ല, അവരിനി 2-3 കൊല്ലം കഴിഞ്ഞൊക്കെ നാട്ടിൽ വരത്തുള്ളൂ. അപ്പം അതുകൊണ്ട് അവരെടുത്ത ഉടമ്പടിയിലെടുത്ത വിഷയത്തിന് അവർക്ക് സെക്യൂരിറ്റി കിട്ടണം. കാര്യം അവർ നമ്മളെപ്പോലെ തന്നെ അത് അവരുടെ രീതി കഷ്ടപ്പെട്ട് ആണ് അതെല്ലാം ചെയ്തിരിക്കുന്നതും അവർ ഉടമ്പടി ജീവിക്കണതും. അപ്പം തീർച്ചയായിട്ടും ദൈവം അവരുടെ വിഷയത്തിൽ ഇടപെടണം. ഒരു വാക്ക് ഞാൻ പറയുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2022 സെപ്റ്റംബർ മാസം 8-ാം തീയതിയാണ്. ഉടമ്പടി എടുക്കാൻ്റെ കാരണം, വീട്ടിൽ അടിക്കടിയായിട്ട് ഇങ്ങനെ രോഗങ്ങൾ എപ്പോഴും ഇങ്ങനെ വരുമായിരുന്നു. അത് കാരണമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ എൻ്റെ കാരണം. പിന്നെ ഉടമ്പടി എടുക്കുന്ന തൊട്ട് മുമ്പ് ഇങ്ങനെ വൈഫിന് വയറുവേദനയായിട്ട് സ്കാൻ ചെയ്തു കഴിഞ്ഞപ്പോൾ യൂട്രസിൽ അകത്തും പുറത്തും മുഴയുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം കാശിരുവായിട്ട് വീണ്ടും എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് CT സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ചെറിയൊരു തടിപ്പ് മാത്രമായിട്ടാണ് നമ്മൾ കാണപ്പെട്ടത്. അപ്പോൾ ഡോക്ടർക്ക് തന്നെ ഒരു അത്ഭുതം തോന്നി. അത് ഉടമ്പടി എടുത്തപ്പോൾ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു രോഗസൗഖ്യമാണ്. പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ ഉടമ്പടിയതിന് ശേഷം രോഗാവസ്ഥ വീട്ടിലുണ്ടായിട്ടില്ല. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ മകൻ്റെ ജോലി പ്രശ്നമായിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചേർന്നു. മകന് ഷിപ്പിൽ ജോലി കിട്ടാനായിട്ട് പല സ്ഥലങ്ങളിലും നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഏജൻസികളെ പറഞ്ഞത് 3 ലക്ഷം 4 ലക്ഷം രൂപയ്ക്ക് വേണമെന്ന് പറഞ്ഞത്. അച്ഛൻ്റെ അടുത്ത് ഇവിടെ വന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഉടനെ തന്നെ അവനെ ഒരു ഷിപ്പിംഗ് കമ്പനിയിലേക്ക് വിളിച്ചു. 1.25 ലക്ഷം രൂപ കൊടുത്തു. ജോലി റെഡിയായിട്ട് ജോലിയിൽ തുടർന്ന് പോയിരുന്നു. ഇപ്പോൾ ലീവിന് വന്നിരിക്കുന്നു. പിന്നെ ഞാൻ ഉടമ്പടി ഇവിടെ എടുത്തു കഴിഞ്ഞപ്പോൾ കൃപാസനം എന്നൊരു പേര് ഇങ്ങനെ എൻ്റെ മനസ്സിലെപ്പോഴും ഇങ്ങനെ ഒരു മോശം പേരായിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കുമോ, അച്ഛനെന്താ ഈ കൃപാസനം ഇങ്ങനെ ഒരു പേര് ഇങ്ങനെ ഇട്ടത് എന്നിങ്ങനെ ചിന്തിച്ചു. അത് ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കും. ഒരു പ്രാവശ്യം വീട്ടിൽ നിന്ന് ഇങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്, എനിക്ക് ഇങ്ങനെ ഒരു വചനം കാണിക്കുകയാണ്. ലേവ്യരുടെ പുസ്തകം 16-ാമത്തെ അധ്യായം ഇങ്ങനെ വ്യക്തമായിട്ട് ഇങ്ങനെ തെളിഞ്ഞു കാണുന്നു. ഞാൻ തുടർന്ന് വായിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ലേവ്യരുടെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ കൃപാസനത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ബൈബിളിലില്ലാത്തൊരു പേരാണത് കൃപാസനം എന്നാണ് ഞാൻ കരുതിയിരുന്നത്. അത് വല്ലാത്തൊരു തെറ്റായിപ്പോയി, ക്ഷമ ചോദിക്കുന്നു.
മാതാവിനോടും ഈശോയോടും. കൃപാസനത്തിൽ അന്ന് ലേവ്യരുടെ പുസ്തകത്തിലും 16-ാം അധ്യായം നമ്മൾ വായിക്കാൻ പറയുന്നുണ്ട്. അന്ന് കൃപാസനത്തെ സമീപിക്കുന്നത് മനുഷ്യർ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഓടിക്കയറുന്ന ഒരു കേന്ദ്രമാണ്. അച്ഛൻ്റെ ടോക്കിൽ കഴിഞ്ഞ നാളുകൾ ഞാൻ കേട്ടിരുന്നു. അച്ഛൻ പല സ്ഥലങ്ങളിലും ഈ കൃപാസനം അല്ലെങ്കിൽ ഉടമ്പടി ധ്യാന കേന്ദ്രങ്ങളെക്കുറിച്ച് സെർച്ച് ചെയ്ത് ഈ ലോകത്തൊരു സ്ഥലത്തുമില്ല, അതിവിടെ മാത്രമേ ഉള്ളൂ. അപ്പം 2ാമത്തെ കൃപാസനമാണ് നമ്മുടെ ആലപ്പുഴ കലവൂരുള്ളത്. അത് എല്ലാവർക്കും വളരെ ആശ്വാസപ്രദമാണ്. അമ്മാതാവിനും ഈശോയ്ക്കും കോടാനകോടി നന്ദി പറയും. എൻ്റെ പേര് സിൻസി. ഞാൻ പാല രാമൂരം ഇടയിൽ നിന്ന് വരുന്നു. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് UK സ്കോട്ട്ലാൻഡിലാണ്. ഞാൻ 2022 ഏപ്രിൽ 13 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നത്. 6 നിയോഗങ്ങൾ എഴുതിയിരുന്നു. അതിൽ 1ാമത്തെ നിയോഗം വെച്ചിരുന്നത്, എൻ്റെ ഹസ്ബൻഡ് ആ സമയത്ത് UK വിദേശത്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഫാമിലിയായിട്ട് ഒരുമിച്ച് താമസിക്കണം ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഉടമ്പടി എടുത്ത് 2 മാസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് IELTS പാസ്സാവുകയും ഡിസംബർ മാസത്തിൽ UK പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് എന്നെയും കുഞ്ഞിനെയും കൊണ്ടുപോകാനും സാധിച്ചു. ഇപ്പോൾ ഞങ്ങൾ ഫാമിലിയായിട്ട് UK താമസിക്കുന്നു. 2ാമത്തെ നിയോഗം, ഞങ്ങൾ UK ചെന്ന് കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് അവിടുത്തെ ക്ലൈമറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. എന്നുമൊക്കെ ഓരോരോ അസുഖങ്ങളായിരുന്നു. അപ്പോഴൊക്കെ ഉടമ്പടി തൈലവും കാശുരൂപം ഉപ്പും വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 2023 നവംബർ 6 കുഞ്ഞിനൊരു ഫീവർ വന്നു. പക്ഷേ ഫീവർ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നോർമല, പേടിക്കേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അത് 103-104 ഡിഗ്രി ആയിരുന്നു പനി വന്നിരുന്നത്. അവർ പറഞ്ഞു പാരസെറ്റമോൾ മാത്രം കൊടുത്താൽ മതി, കുറഞ്ഞോളെന്ന് പറഞ്ഞു. അങ്ങനെ 2 ആഴ്ച ഞങ്ങൾ പാരസെറ്റമോൾ മാത്രം കൊടുത്തു. പക്ഷേ ഒരു കുറവും വന്നില്ല. ഞങ്ങൾ എന്നിട്ട് ഒരു ദിവസം രാത്രി ബോഡി ഭയങ്കര വീക്കായി, അവളൊന്നും കഴിക്കുന്നില്ല. ഞങ്ങൾ എമർജൻസി കൊണ്ടുപോയി. സാധാരണ UK വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം, നമ്മളിപ്പോൾ എമർജൻസി ചെന്നാലും 5-6 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്താൽ മാത്രമാണ് അവർ അകത്തേക്ക് കയറ്റുകയുള്ളൂ. പക്ഷേ ഞങ്ങളവിടെ ചെന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ വയറ്റിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചു. പക്ഷേ അപ്പോൾ ഫീവർ 105 ഉണ്ടായിരുന്നു. അവർ സാധാരണ വയറ്റിൽ ചെക്ക് ചെയ്തിട്ട് അവർ പറയും നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്തോ, ഞങ്ങൾ വിളിക്കാമെന്ന് പറയും. പക്ഷേ അന്ന് അവർ പുറത്തേക്ക് ഞങ്ങൾ വിടാതെ തന്നെ നേരെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് വിട്ടു. ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു കൊച്ചിന് ചെസ്റ്റ് ഇൻഫെക്ഷൻ നന്നായിട്ടുണ്ട്, ഇപ്പോൾ തന്നെ അഡ്മിറ്റ് ആയിക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ അഡ്മിറ്റായി അവിടെ. പക്ഷേ കൊച്ച് ഫുഡ് കഴിക്കുന്നില്ല, വായ നിറയെ അൾസർ പോലെയായി, അവൾക്ക് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ഹോസ്പിറ്റലിൽ നമുക്ക് വേറെ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ അപ്പം തന്നെ ഞങ്ങൾ അവിടുത്തെ ഹോസ്പിറ്റലിലെ ആംബുലൻസിൽ തന്നെ വേറെ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. പക്ഷേ അവിടെ ചെന്നപ്പോഴും ഞങ്ങൾക്ക് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ. അവിടെ സിസ്റ്റർമാർ ഞങ്ങളെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് റൂം ശരിയാക്കി തന്നു. പക്ഷേ അവിടെ ചെന്നപ്പോൾ അവരെല്ലാ ബ്ലഡ് ടെസ്റ്റും ചെയ്തു, മലേറിയ, TB. പക്ഷേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എൻ്റെ കുഞ്ഞിന് എല്ലാ റിസൾട്ടും നെഗറ്റീവ് ആയിരിക്കണേ, ഞാൻ ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്നായിരുന്നു. പക്ഷേ റിസൾട്ട് 2 ദിവസം റിസൾട്ട് വന്നു. എല്ലാ റിസൾട്ടും അവൾക്ക് നെഗറ്റീവായിരുന്നു. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അവളെ ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് വിട്ടു. പക്ഷേ വീട്ടിൽ ചെന്ന് അന്ന് രാത്രി വീണ്ടും അവൾക്ക് വോമിറ്റിങ്ങും ഡയറിയും വന്നു. പക്ഷേ വീണ്ടും ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പക്ഷേ അവിടെ ട്രീറ്റ്മെൻറ്റ് അവർ പറഞ്ഞു നോർമലാണ് ഈ വോമിറ്റിങ്ങും ഡയറിയെന്ന് പറഞ്ഞു. പക്ഷേ അവൾക്ക് ഇഞ്ചക്ഷൻ കൊടുത്തു, പക്ഷേ കുറയുന്നില്ലായിരുന്നു. ഞാൻ ഇവിടുന്ന് ഉടമ്പടി ഉപ്പും തൈലവും കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു, മാതാവേ ഈ കുഞ്ഞിന് ഇനി വോമിറ്റിങ്ങും ലൂസ് മോഷനും ഉണ്ടാവരുത്, ഞാൻ അവളെയും കൊണ്ട് കൃപാസനത്തിൽ വന്നോളാൻ നേർന്നു. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാ ദിവസവും രാവിലെ അവൾക്ക് ഉപ്പും തൈലവും നെറ്റി പൂശുമായിരുന്നു. ഉടമ്പടി കാശുരൂപം അവളുടെ വയറ്റിൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് വോമിറ്റിങ്ങും ലൂസ് മോഷനും സ്റ്റോപ്പായി. മാതാവിനും തിരുമാനും ഒരുപാട് നന്ദി. അടുത്തെൻ്റെ സാക്ഷ്യം, എൻ്റെ ഒരു കസിൻ UK വന്ന് ഇമിഗ്രേഷൻ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു. പക്ഷേ അവിടെ പാസ്പോർട്ട് നഷ്ടപ്പെട്ട് വന്ന് കഴിയുമ്പോൾ നമുക്ക് പുതിയ പാസ്പോർട്ടിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അവർ അന്ന് തന്നെ പുതിയ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തു. അത് ഒരിക്കലും കിട്ടാത്തതാണ്. പക്ഷേ അവർക്കത് 10 ദിവസത്തിനുള്ളിൽ പുതിയ പാസ്പോർട്ട് അവർക്ക് കയ്യിൽ കിട്ടുകയും മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. അടുത്തതായിട്ട് എനിക്ക് വയറിലൊരു ബ്ലഡ് ക്ലോട്ടായിട്ട് കിടപ്പുണ്ടായിരുന്നു. അത് അവർ സ്കാൻ ചെയ്തപ്പോൾ അവർക്കത് മനസ്സിലാവുന്നില്ല എന്താണെന്ന്. അവരത് MRI എടുത്തു. അപ്പോൾ ചെറിയ ഡൗട്ട് പറഞ്ഞു, നമുക്ക് ബയോപ്സിക്ക് അയക്കാം, എന്താണെന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ബയോപ്സി കേട്ടപ്പോൾ തന്നെ എനിക്ക് പേടിയായി. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഒരു കുഴപ്പം ഉണ്ടാവരുത്, ആ സമയത്ത്
റിസൾട്ട് 10 ദിവസം കഴിയുമ്പോൾ റിസൾട്ട് വരുമെന്ന് പറഞ്ഞു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ നെഗറ്റീവായിരുന്നു. അമ്മ മാതാവും ഈശോയും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി. കാരുണ്യ പ്രവൃത്തികൾ ഞാൻ പത്രം ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ രോഗികളെ പോയി കാണുമായിരുന്നു. പിന്നെ അവർക്ക് വസ്ത്രങ്ങളും ഫുഡും ഞാൻ വിതരണം ചെയ്യുമായിരുന്നു. പ്രാർത്ഥന ജീവിതം ഞാൻ അരമണിക്കൂർ നേരത്തെ ഒന്നും ബൈബിളൊന്നും വായിക്കില്ലായിരുന്നു. പേരിന് ഒരു 10 മിനിറ്റ് ഒന്ന് ആർക്കോ വേണ്ടി വായിക്കുന്ന പോലെ വായിക്കുമായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് അരമണിക്കൂർ ബൈബിൾ വായിക്കാനും പ്രാർത്ഥനയിൽ കൂടുതൽ ശ്രദ്ധിക്കാനും പറ്റിയിട്ടുണ്ട്. പേഴ്സണൽ കൊന്ത ചെല്ലാനും എനിക്ക് സാധിക്കുന്നുണ്ട്.